ഹലോ എവരിവൺ, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ വേർഡ് അക്കൗണ്ടിങ്. ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ തുടർന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സീരീസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അറിയേണ്ട കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു പോകണം. അല്ലാതെ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങൾ. അതായത് ഇപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ചിലർക്ക് അക്കൗണ്ടിങ് എന്ന് കേൾക്കുന്നതിൻ്റെ ഒരു പേടിച്ചൊക്കെയായിരിക്കും. കാര്യം ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് കോളേജിൽ. അപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റിലെ പിള്ളേർക്ക് എന്തിനാണ് അക്കൗണ്ടിങ് പഠിക്കുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഫിനാൻസ് ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ കണക്ക് ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾക്ക് അറിയേണ്ട ഒരു കാര്യം നമ്മൾ എന്തിനോ പഠിക്കുന്നു എന്നുള്ളത്. ഇതുപോലെ തന്നെയാണ് ചിലയിടത്ത് എഞ്ചിനീയറിങ്ങിന് അക്കൗണ്ടിങ് പഠിക്കാനുണ്ട്, വേറെ പല കോഴ്സുകൾക്ക് അക്കൗണ്ടിങ് പഠിക്കാനുണ്ട്, MBAക്ക് എന്തായാലും അക്കൗണ്ടിങ് പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു കണക്കാണ് വെച്ചാൽ ഞാൻ കണക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഏതൊക്കെയോ കോഴ്സുകളിൽ ചെന്ന് കയറിയവനാണ് ഞാൻ. പക്ഷേ അവിടെ ചെന്നപ്പോഴും അക്കൗണ്ടിങ് എന്ന പേരിൽ എനിക്ക് വീണ്ടും കണക്ക് വന്ന് കിടക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പലർക്കും ഒരു തലവേദന, സബ്ജക്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഒരു തലവേദനയായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചു, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഇപ്പോൾ BCom പഠിക്കുന്ന പിള്ളേരായിരുന്നാൽ പോലും അവർക്ക് എന്തറിയണമെന്നില്ല, അക്കൗണ്ടൻസിയുടെ പരമമായ ഉദ്ദേശത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവർക്ക് ആ ഒരു ഉദ്ദേശം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ കൊമേഴ്സ് സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ശരിക്കും അക്കൗണ്ടൻസി പഠിക്കുന്നത്, യഥാർത്ഥത്തിൽ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞ സംഭവം എന്താണെന്നതിനെ കുറിച്ച് കുറച്ചും കൂടി ഒരു വ്യക്തത വരുത്തുക. ഇനി ഒരു നോൺ കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് അക്കൗണ്ടൻസി എന്താണെന്നൊന്ന് മനസ്സിലാക്കി കൊടുക്കാം. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ കാണും, ഇതേപോലെ മറ്റു സബ്ജക്റ്റിലേക്ക് കയറണമെന്നുണ്ട്, സമയം കിട്ടുന്ന പോലെ എല്ലാം ചെയ്യാം. ഓക്കെ, നമ്മുടെ കൊമേഴ്സിൻ്റെ പരമമായ ഉദ്ദേശം അതാണല്ലോ. എന്തിനാണ് നമ്മൾ കൊമേഴ്സ് പഠിക്കുന്നത്? നമ്മൾ ഈ കൊമേഴ്സിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൽ ഒറ്റ കാര്യം മാത്രമാണ് ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അക്കൗണ്ടിങ് പഠിക്കുന്നതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞ് അറിയിക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഏറ്റവും അടിസ്ഥാനത്തിൽ ഏറ്റവും ബേസിക്കിൽ തന്നെ തുടങ്ങാം. ഏറ്റവും ആദ്യം ആ പേര് നോക്കിക്കേ, അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ ഒരു വാക്ക് അത് വന്നേക്കുന്നത് അക്കൗണ്ടബിലിറ്റി എന്നുള്ള വാക്കിൽ നിന്നാണ്. ഓക്കെ, അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ചാൽ എന്താണെന്നറിയാം? ചിലർക്കെങ്കിലും അതിൻ്റെ അർത്ഥം അറിയാതിരിക്കാം. ഉത്തരം പറയാനുള്ള ബാധ്യത, അതിനാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ വോട്ടിട്ട് ഒരു മന്ത്രിനെ ജയിപ്പിച്ച് പിന്നെ നമ്മളൊരു എന്താക്കി മാറ്റി, ഒരു സാധാരണക്കാരനെ ജയിപ്പിച്ച് നമ്മൾ മന്ത്രിയാക്കി മാറ്റിയാൽ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അയാൾ ബാധ്യസ്ഥനാണ്, അല്ലേ? അല്ലെങ്കിൽ എന്താ പറയുക, അത്ര വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. നമുക്കൊരു ചെറിയൊരു കാര്യം ചിന്തിക്കാം. നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പിന്നെ ടീച്ചറെ പഠിപ്പിക്കുന്നു. അതായത് നിങ്ങളുടെ ടീച്ചർ എന്തോ പഠിപ്പിച്ചു, എന്തോ സബ്ജക്റ്റ് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ടീച്ചർ പഠിപ്പിച്ച ആ സബ്ജക്റ്റ് മാത്രമേ ആർക്കും അറിയത്തുള്ളൂ, പിള്ളേർക്ക് എല്ലാം അറിയത്തുള്ളൂ. പക്ഷേ ടീച്ചർ പഠിപ്പിച്ചതായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിച്ചതെങ്കിൽ പാരൻസ് ഉറപ്പായിട്ട് ആരോട് ചോദിക്കും? ആ ടീച്ചറിനോട് ചോദിക്കും. ആ സബ്ജക്റ്റ് പഠിപ്പിച്ച ആൾ എന്ന നിലയ്ക്ക് ഈ ടീച്ചറിന് എന്തുണ്ട്? ഉത്തരം പറയാനുള്ള ബാധ്യതയുണ്ട്. അതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അക്കൗണ്ടബിലിറ്റി എന്ന് വിളിക്കുന്നത്. കുറച്ചും കൂടെ ഒന്ന് നമ്മുടെ കരയോട് അടുപ്പിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ബിസിനസ് നടത്തുമെന്ന് വിചാരിക്കുക. ബിസിനസ്സിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് എന്ത് കാണും? ഒരു ക്യാഷ് കൗണ്ടർ കാണും. പട്ടറ എന്നൊക്കെ നമ്മൾ സാധാരണക്കാരുടെ ഭാഷയിൽ പറയും, അല്ലേ? നമ്മുടെ ക്യാഷ് കൗണ്ടറിൽ ഒരാൾ ഇരിപ്പുണ്ടാവും. ഓക്കെ, ക്യാഷ് കൗണ്ടറിൽ ഒരാൾ ഇരിപ്പുണ്ട്. അയാളുടെ കയ്യിൽ എന്ത് കാണും? ഒരു കോലിരിപ്പുണ്ടായിരിക്കും, കണ്ടിട്ടുണ്ട് അല്ലേ? ഈ ടോക്കൺ ആൾക്കാർ എല്ലായിടത്തും ഉണ്ടാകണമെന്നില്ല, ചിലയിടത്തൊക്കെ അല്ലെങ്കിൽ മിക്കയിടത്തും ഒരു ടോക്കൺ സിസ്റ്റം ഉണ്ട്. ഒരു ഊണ് മാത്രം വിൽക്കുന്ന കടയാണെങ്കിൽ ഓരോ ഊണിനും ടോക്കൺ കാണും. ഊണ് മാത്രമാണെങ്കിൽ ഒരു മഞ്ഞ കളർ ടോക്കൺ ആയിരിക്കും. ഇനി അതിൻ്റെ കൂടെ മീൻ ഫ്രൈയും കൂടെ വാങ്ങുന്നുണ്ടെങ്കിൽ വേറൊരു പിങ്ക് കളർ ടോക്കൺ കൂടെ കാണാം, അല്ലേ? നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ടോക്കൺ കിട്ടുന്നു. ഈ ടോക്കൺ വാങ്ങിച്ചത് ഇയാൾ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ പറഞ്ഞു വിടുന്നത്, അല്ലേ? എന്തിനാണ് ഇത് വാങ്ങിച്ച് വെക്കുന്നതെന്ന് അറിയാമോ? എന്ത് ചെയ്യണം? ഈ ഇരിക്കുന്ന ടോക്കണും അയാളുടെ പെട്ടി കിടക്കുന്ന പൈസ ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടെ നമ്മൾ മാച്ച് ചെയ്ത് നോക്കാം. അവസാനം ഈ കടയുടെ മുതലാളി വന്നിട്ടെ ഇത് രണ്ടും എന്താവണം? തുല്യമാവണം. അതായത് എൻ്റെ കയ്യിൽ നിന്ന് കടയിൽ നിന്ന് ഒരു 1000 രൂപയുടെ ടോക്കൺ വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ എന്ത് കാണണം? 1000 രൂപ അവിടെ കിടക്കണം, അല്ലേ? ഇനി കുറച്ചും കൂടെ സാധാരണക്കാരന് മനസ്സിലാവുന്ന ഒരു ഉദാഹരണത്തിലേക്ക് പോവാണ്. KSRTC ബസ്. എന്തിനാണ് KSRTC ബസ്സിൽ ടിക്കറ്റ് അടിച്ച് തരുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോഴത്തെ ടിക്കറ്റല്ല, ഇപ്പോഴത്തെ ടിക്കറ്റ് ആയിരുന്നാലും ഉണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പണ്ടത്തെ ടിക്കറ്റ് ഓർമ്മയുണ്ട്, ഒരു ബോർഡിൻ്റെ അകത്ത് ഇങ്ങനെ ടിക്കറ്റുകൾ ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോഴും ചില പ്രൈവറ്റ് ബസ്സുകളിൽ ആ പരിപാടിയാണ്, അല്ലേ? ഈ ടിക്കറ്റുകൾ വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? അതായത് ഇപ്പോൾ ബസ്സിൻ്റെ ഓട്ടം തുടങ്ങുന്ന സമയത്ത് കണ്ടക്ടറിൻ്റെ കയ്യിൽ ഞാൻ 100 ടിക്കറ്റ് കൊടുത്ത് വിറ്റു എന്ന് വിചാരിക്കുക. ഓക്കെ, വൈകുന്നേരം ആയപ്പോൾ കണ്ടക്ടർ തിരിച്ച് കൊണ്ടുവന്നത് വെറും
20 ടിക്കറ്റാണ്. അതിനർത്ഥം എത്ര ടിക്കറ്റ് വിറ്റുപോയി? 100 ൽ 20 കുറച്ചാൽ 80 ടിക്കറ്റ് വിറ്റുപോയെന്നാണ് അർത്ഥം. അപ്പോൾ ഒരു ടിക്കറ്റിന് 10 രൂപ വിചാരിക്കുക. ആ കണ്ടക്ടറിൻ്റെ കയ്യിൽ ആ ഒരു ദിവസത്തെ കളക്ഷൻ എത്ര രൂപ കാണണം? 80 × 10 800 രൂപ കാണണം അല്ലേ? ഇതെങ്ങനെ ഈ 800 രൂപ കാണുമെന്ന് ഉടമസ്ഥന് മനസ്സിലായേ? അതിനുള്ള കണ്ടെത്തിയ ഒരു മെക്കാനിസമാണ് ഈ പറഞ്ഞ ടിക്കറ്റ് കൊടുത്തു വിടുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ 800 രൂപ വരണം എന്ന് പറയുമ്പോൾ ആ 800 രൂപ കൊടുക്കാനുള്ള ബാധ്യത ആർക്കുണ്ട്? ഈ പോയ കണ്ടക്ടറിനുണ്ട്. ഇപ്പോൾ ഏതാണ്ട് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ KSRTCയിൽ ടിക്കറ്റിൻ്റെ സംവിധാനം ഇല്ലായിരുന്നുവെങ്കിൽ എത്ര പേരാ വണ്ടിക്കകത്ത് വന്നു, എത്ര രൂപയുടെ ഓട്ടോ ഉണ്ടായി എന്നൊക്കെ കണ്ടെത്താൻ നമുക്ക് പറ്റുമായിരുന്നോ? പറ്റത്തില്ല. ഇയാളോട് ചോദിച്ചപ്പോൾ, ഇപ്പോൾ കണ്ടക്ടറോട് ചോദിച്ചപ്പോൾ അയാൾക്ക് 100% ഉറപ്പൊന്നും കാണത്തില്ല. ചിലപ്പം ഈ പറഞ്ഞ ചില്ലറ കൊടുക്കുന്നതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെയൊക്കെ മിസ്റ്റേക്ക് വന്നിട്ട് ഒന്നുകിൽ ഇയാളുടെ കയ്യിൽ അധികം പൈസയോ കുറവ് പൈസയോ ഒക്കെ വന്നെന്നിരിക്കും. അതൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞൊരു മെക്കാനിസം അതിൻ്റെ അകത്തുള്ളത് കൊണ്ടാണ്. അപ്പോൾ കുറച്ചും കൂടെ തെളിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന സാധനം, ഉത്തരം പറയാനുള്ള ആ ഒരു ബാധ്യത, അക്കൗണ്ടബിലിറ്റീൻ്റെ മലയാളത്തിലേക്കുള്ള പ്രോപ്പർ ട്രാൻസ്ലേഷൻ ഉത്തരവാദിത്വം. അപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ, ആ ഒരു ഉത്തരം പറയാനുള്ള ക്വാളിഫിക്കേഷൻ, അതിനാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഞാൻ എന്നോട് വന്നിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ ബസ് കണ്ടക്ടർ അടുത്ത് മുതലാളി ഒന്ന് ചോദിക്കുമ്പോൾ എത്ര രൂപയുടെ കച്ചവടം നടന്നടാ, അല്ലെങ്കിൽ 800 രൂപയുടെ കച്ചവടം നടന്നാലും 800 എവിടെയാടാന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയാനുള്ള ബാധ്യത ആർക്കുണ്ട്? ഈ പറഞ്ഞ കണ്ടക്ടറിനുണ്ടല്ലേ. കാര്യം എന്താ? നമുക്കറിയാം ടിക്കറ്റ് ഇത്ര ഞാൻ കൊടുത്തു വിട്ടു, ഇത്ര വിറ്റിട്ടുണ്ട്, ഇത്ര ബാക്കിയുണ്ടോ, അപ്പം ഇത്ര തരാൻ എനിക്ക് ബാധ്യതയുണ്ടെന്ന് ചോദിക്കാനുള്ള അവകാശം ഉടമസ്ഥരുണ്ട്. പറയേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? നമ്മുടെ കണ്ടക്ടറിനുണ്ട്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അക്കൗണ്ടബിലിറ്റി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഉത്തരവാദിത്തമാണ്. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാനുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ, ആ ഒരു ക്വാളിറ്റീനാണ്, അല്ലെങ്കിൽ ആ ഒരു ബാധ്യതയാണ്, റെസ്പോൺസിബിലിറ്റീനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മൾ യഥാർത്ഥ കാര്യത്തിലേക്ക് വരുന്നത്, അക്കൗണ്ടിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ അക്കൗണ്ടബിലിറ്റിയും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയോ? ഒരാൾ അയാളെ ഏൽപ്പിച്ച ജോലി, അല്ലെങ്കിൽ അയാൾ നോക്കിക്കാണുന്ന ഒരു പെർട്ടിക്കുലർ സാധനത്തിനെ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ്. ഇത് കേൾക്കുമ്പോൾ പലർക്കും കാര്യം പിടികിട്ടത്തില്ല. കാര്യം നമ്മൾ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതൊക്കെ വേറെ എന്തോ കാര്യങ്ങളാണ്. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മക്കളെ, ഉത്തരവാദിത്വം നിറവേറ്റുന്ന രീതിയിലാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അക്കൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. മനസ്സിൻ്റെ അകത്ത് അതുണ്ടാവണം നിങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതാണ്, ഇത് അക്കൗണ്ടിങ് പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടല്ല, നിങ്ങളെല്ലാവരും മറ്റേ പട്ടറേജ് ഇരിക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ എന്തിനാ? ആ ഒരു കൾച്ചറാണ്. മനസ്സിലായില്ലേ? നമ്മൾ ഒരു കാര്യം നിങ്ങളെ ചെയ്യാൻ ഏൽപ്പിക്കുമ്പോൾ അത് പറയാൻ, അത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് കൃത്യമായിട്ട് പറയുന്ന ഉത്തരവാദിത്വമുള്ളവനായി മാറുന്ന ഒരു കൾച്ചറാണ് യഥാർത്ഥത്തിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഓണാഘോഷമൊക്കെ നടക്കുന്നുണ്ടായിരുന്നല്ലോ. കോളേജുകളിൽ ഓണാഘോഷം നടക്കും. ഓണാഘോഷത്തിന് ഉറപ്പായിട്ടും പൈസയുടെ പിരിവാണ്. പിരിവിൻ്റെ പേരിൽ അടി കാണും. പൈസ കൊടുക്കുന്നവർ കാണും, കൊടുക്കാത്തവർ കാണും. അങ്ങനെ അറിയാം. ഈ പെട്ടെന്ന് എന്താക്കി ഓർമ്മ വരും, നോക്കിപ്പോട്ടെ. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പലർക്കും എക്സ്പീരിയൻസ്, ചില മാനേജ്മെൻറ്റ് കോളേജുകാർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടാവും. നല്ല രസമുള്ള പരിപാടിയാണ്. അപ്പോൾ ഓണാഘോഷം നടക്കുന്നു. ഓക്കെ, ഞാൻ അക്കൗണ്ടിങ്ങിനെ മാറ്റി നിർത്തി ഓണാഘോഷത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. ഓണാഘോഷം നടക്കുന്നു. ഓക്കെ, ഓണാഘോഷം നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ടാക്കും. നമ്മൾ ഔദ്യോഗികമായിട്ടല്ലെങ്കിൽ പോലും ഒരു കമ്മിറ്റി കാണും. ഇപ്പോൾ എൻ്റെ കോളേജിലേക്കാണെങ്കിൽ ഹൗസുകളാണ്. ഓരോ ഹൗസിൻ്റെ അകത്ത് ഓരോരോ നേതാക്കന്മാർ കാണും. അതുപോട്ടെ, പിന്നെ കോളേജിൽ പൊതുവായിട്ട് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് വൈസൊക്കെ ഉള്ള കോളേജുകളുണ്ടല്ലോ, അവിടെയൊക്കെ ഓണാഘോഷം നടക്കുന്ന സമയത്ത് കമ്മിറ്റികൾ കാണും. കമ്മിറ്റിയിൽ നമ്മൾ പേരെടുത്ത് വിളിച്ചില്ലെങ്കിൽ പോലും കമ്മിറ്റികൾ കാണും. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് പെട്ടെന്ന് പറയുന്ന കാര്യം പിടികിട്ടും. കൾച്ചറൽ പരിപാടിയൊക്കെ നോക്കുന്ന ഒരാൾ കാണും. ഓണാഘോഷത്തിന് പൂ കൊണ്ടുവരാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരാൾ ഏറ്റിട്ടുണ്ടാവും. കാര്യം പുള്ളിയായിരിക്കും ഈ തമിഴ്നാട് ഏരിയയിലേക്കുള്ള ഈ തോവാള എന്നൊക്കെയാണ് നമ്മൾ പൊതുവെ ബൾക്കായിട്ട് പൂ എടുക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾ കാണും. പിന്നെ ഓണത്തിൻ്റെ കളികൾ നോക്കാമെന്ന് പറഞ്ഞ ഒരാൾ കാണും. പിന്നെ ഒരാൾ നമ്മൾ എന്തിനേൽപ്പിച്ചേക്കും? ഇതിനൊക്കെ ഉള്ള ഫണ്ട്, ഇപ്പോൾ ഇതിനൊക്കെ എത്ര ഫണ്ടാവുമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട്, അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനെ നമ്മൾ എത്ര പിരിക്കണം നമ്മൾ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു 10,000 രൂപയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരാളുടെ എന്താണ് വെട്ടി ഒരാളുടെ 100 രൂപ വെച്ച് എനിക്ക് വാങ്ങണം. ഈ 100 രൂപ വെച്ച് വാങ്ങി കളക്ട് ചെയ്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരാളെ ഏൽപ്പിക്കുമല്ലോ. ഓക്കെ, ഈ പറഞ്ഞ ആൾ പലപ്പോഴും വില്ലനാണ്. എല്ലാവരെയും അല്ല പറയുന്നത്, പലപ്പോഴും നിർത്തി പറഞ്ഞതുകൊണ്ടാണ്. മിക്ക കോളേജിലും നല്ലപോലെ പോകുന്നുണ്ട്. പലയിടത്തും ഈ പൈസ കളക്ട് ചെയ്യുന്ന ആളൊരു വില്ലനാണ്. കാര്യം എന്താണെന്ന് അറിയാം? ചിലന്മാർ വളരെ ആത്മാർത്ഥതയോടെ ഇന്ന് മുന്നോട്ട് ഇറങ്ങി വരും. ഞാൻ കളക്ട് ചെയ്തെടുത്തോളം പൈസ എന്ന് പറഞ്ഞിട്ട് അവർ പൈസ കളക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം കൈ കിട്ടുമ്പോൾ തന്നെ മനസ്സിൽ കാണുന്നത് ഏത് കുപ്പി എടുക്കാമെന്നായിരിക്കും.
കാര്യം എൻ്റെ അകത്ത് എങ്ങനെ അടിച്ചു മാറ്റാമെന്ന് ചിന്തിക്കുന്നവരായിരിക്കും നല്ലൊരു ശതമാനം ആൾക്കാർ. ഒരുപാട് പേരുണ്ട് കേട്ടോ, എനിക്ക് പലരും അറിയാം, മനസ്സിലായി അറിയാമെന്ന് പറഞ്ഞാൽ നല്ലപോലെ ഹാൻഡിൽ ചെയ്ത് പോകുന്നവരുണ്ട് സ്റ്റിൽ. അപ്പോൾ ഈ പൈസ ഞാൻ കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നേക്ക് വരുന്നവൻ്റെ മനസ്സിനകത്ത് ഈ പറഞ്ഞൊരു സാധനം ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, നമുക്കറിയത്തില്ല. വാട്ട് എവർ ഇറ്റ് മേ ബി, നമ്മുടെ ആവശ്യം എന്താണ്? കമ്മിറ്റി എന്ന നിലയ്ക്ക്, നമ്മുടെ കോളേജ് എന്ന നിലയ്ക്ക് നമ്മുടെ ആവശ്യം എന്താണ്? ഇവൻ എല്ലാവരുടെ കയ്യിൽ നിന്ന് 100 വെച്ച് 100 പിള്ളേരെ ഒന്ന് കളക്ട് ചെയ്ത് എടുക്കണം. അത് സമയത്തിന് എത്തിച്ചാൽ ഈ പറഞ്ഞ പോലെ പൂ വാങ്ങാനും വടം വാങ്ങാനും മറ്റുള്ള സാധനത്തിനൊക്കെ ആയിട്ട് ഉപകാരപ്പെടും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇവനെ കൊണ്ട് ഈ പൈസ കളക്ട് ചെയ്ത് എടുപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലേ? അത് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ചെയ്ത് പരിചയമുള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയായിരിക്കും എന്തായാലും 100 പേരും തരാൻ പോകുന്നില്ല. അങ്ങനെ തരാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു സാധനം മനസ്സിലുള്ളതുകൊണ്ട് നമ്മൾ ഈ 100 രൂപ പെർ പേഴ്സൺ എന്ന് പറഞ്ഞതിന് പൈ അടിച്ചൊരു 150 രൂപയാക്കും. നമുക്ക് 10,000 അടുപ്പിച്ചൊക്കെ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം 100 പേര് തരത്തില്ല, ഒരു 80 പേരൊക്കെ ആയിരിക്കും തരുന്നത്, അല്ലെങ്കിൽ പോട്ടെ ഒരു 60 പേരായിരിക്കും തരുന്നത്. അപ്പോൾ നമ്മളൊരു മനസ്സിലൊരു കണക്കാണ്. അപ്പോൾ 60 പേരെ തരുമെങ്കിൽ ഈ പറഞ്ഞ 10,000 എത്തിക്കാൻ എത്ര വേണം? 150 രൂപയെങ്കിലും മിനിമം വേണ്ടേ എന്ന് പറഞ്ഞ് നമ്മൾ പിരിക്കും. എന്നാലും നമ്മൾ വിചാരിച്ച എമൗണ്ടിലേക്ക് എത്തില്ല. അവസാനം ഈ കമ്മിറ്റി നിൽക്കുന്നവർ വേണ്ടപ്പെട്ടവർ പിന്നെയും ഒരു 2ാമത്തെ റൗണ്ട് പണം പിരിക്കും, അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് നടക്കുന്ന കാര്യങ്ങളാണ്, അവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോഴും നമ്മുടെ കഥയിലെ നായകൻ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ മനുഷ്യനാണ് നമ്മുടെ വില്ലൻ. അതായത് ഞാൻ പൈസ കളക്ട് ചെയ്തോളാം എന്ന് പറയുന്ന ആൾ. ഈ പറയുന്ന മനുഷ്യൻ എന്ത് ചെയ്യും? ഈ പിള്ളേരുടെ നിന്ന് കളക്ട് ചെയ്തിട്ട്, പൈസ കളക്ട് ചെയ്തിട്ട് കയ്യിലൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചേക്കും, ഇല്ലേ? ഇന്നയാൾ ഇത്ര തന്നു, ഇന്നയാൾ ഇത്ര തന്നു, ഇന്നയാൾ ഇത്ര തന്നു എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. അതേപോലെ തന്നെ ഈ പൈസ, ഈ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന പൈസ ടോട്ടൽ, ഇപ്പോൾ ഒരു ദിവസം എൻ്റെ ചെയ്യുമ്പോൾ എൻ്റെ ടോട്ടൽ ഇത്ര രൂപയുണ്ട്, അത് ഞാൻ വടം വാങ്ങാൻ വേണ്ടിയുള്ള വാടകയായിട്ട് കൊടുത്തു, അല്ലെങ്കിൽ പൂ വാങ്ങാൻ വേണ്ടി ഏറ്റിരുന്ന ആളുണ്ടല്ലോ അവൻ്റെ കൈ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് കൃത്യം എഴുതി വെച്ചിട്ടുണ്ടാവും. ഇനി എഴുതി വച്ചിട്ടില്ലെന്നുണ്ടെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. ചിലരുണ്ട് ഒന്നും ഒരിടത്ത് എഴുതി വയ്ക്കത്തില്ല. അവസാനം ഓണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ ഓണം നടത്താനുള്ള ഒരു വെപ്രാളത്തിൽ എന്ത് ചെയ്യുന്ന അറിയാമോ? പലരും അവരുടെ സ്വന്തം കയ്യിൽ നിന്ന് പൈസയൊക്കെ ഇട്ട് അല്ലെങ്കിൽ കടമൊക്കെ വാങ്ങിച്ച് ഓണപരിപാടി അങ്ങ് നടത്തി കഴിഞ്ഞിട്ടാണ് ആലോചിക്കുമ്പോൾ എന്താണ്, എടാ എൻ്റെ പൈസയില്ല, ആ പൈസ അങ്ങ് തിരിച്ചത്, അല്ലെങ്കിൽ മറ്റവനെ തിരിച്ചെടുക്കുന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് അടിയും ബഹളവും, അല്ലേ? പല കോളേജിലും ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഒരു 5 കൊല്ലം NG കോളേജിൽ പഠിച്ചാണല്ലോ, പിന്നെ പലതും കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് പറയുന്നത്. അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ടാകും. എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കുക, പൈസ ഹാൻഡിൽ ചെയ്യുമ്പോൾ, മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ പൈസ ഹാൻഡിൽ ചെയ്യുമ്പോൾ പ്രോപ്പർ കണക്കുകൾ അപ് ടു ഡേറ്റ് ആക്കി കാണിക്കേണ്ടവരെ കാണിച്ച് ബോധ്യപ്പെടുത്തി തന്നെ ജീവിതത്തിൽ വലിയൊരു പാഠമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് മറ്റൊരാളെ ഫണ്ട് ഹാൻഡിൽ ചെയ്യാൻ പലരും മടിക്കുന്നത്, അല്ലേ? പിന്നീട് അവൻ ചോദിച്ച് നമ്മൾ തമ്മിൽ തർക്കം ഉണ്ടാകും, പ്രശ്നം ഉണ്ടാകും എന്നൊക്കെ ഹാൻഡിൽ ചെയ്യാൻ മടിക്കുന്ന വലിയൊരു കാര്യം അതുകൊണ്ടാണ്. പക്ഷേ മറ്റൊരാളുടെ ഫണ്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് കാണണം? പ്രോപ്പറായിട്ട് നമ്മളതിൻ്റെ കണക്കുകൾ എഴുതി കാണിക്കേണ്ടവരെ കാണിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞ് തന്നെ പോകണം. എൻ്റെ പൊന്നു മക്കളെ, അപ്പം നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓണ പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ളവർക്ക്, ആക്റ്റീവായിട്ട് നിന്നിട്ടുള്ളവർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു പോയത്. ഇത് തന്നെയാണ്, ഈ പറഞ്ഞ പരിപാടിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അക്കൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം ഭംഗിയായിട്ട് നിറവേറ്റുന്നു. അതായത് ഈ പറഞ്ഞ പൈസ കളക്ട് ചെയ്ത് ഞാൻ വേണ്ടടുത്ത് എത്തിച്ചോളാം എന്ന് പറഞ്ഞ് നിന്ന ഒരു ഫിനാൻഷ്യൽ മാനേജർ ഉണ്ടല്ലോ ഓണപ്പരിപാടിയുടെ, ഈ ഫിനാൻഷ്യൽ മാനേജർ ഇയാൾ കളക്ട് ചെയ്യുന്ന പൈസയുടെയും ചിലവാക്കുന്ന പൈസയുടെയും കൃത്യ കണക്ക് എഴുതി വയ്ക്കുകയും ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ അവൻ ചെയ്യുന്ന ആ പരിപാടിനെയാണ് നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റുന്നത്? അക്കൗണ്ടിങ്, അല്ലേ? അവൻ്റെ ഉത്തരവാദിത്തം ഭംഗിയായിട്ട് നിറവേറ്റി എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് വരാം? കോൺസെപ്റ്റിലേക്ക് വരാം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ജീവിതത്തിൻ്റെ എന്ത് കാര്യത്തിലും ഈ പറഞ്ഞ പോലെ വളരെ ഭംഗിയായിട്ട് നമ്മൾ ഉത്തരവാദിത്തം നിറവേറ്റിയാൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറയാം? അക്കൗണ്ടിങ് ചെയ്തു എന്ന് പറയാം. അതായത് നമ്മുടെ ഉത്തരവാദിത്തം ഭംഗിയായിട്ട് നിറവേറ്റിയെന്ന് ആരെയൊക്കെയാണോ നമ്മൾ ചെയ്ത കാര്യം ബാധിക്കുന്നത് അവർക്ക് എല്ലാവർക്കും തോന്നണം. അല്ലാതെ എനിക്ക് ശരിയെന്ന് തോന്നി മറ്റവന് തെറ്റെന്ന് തോന്നിയൊരു കാര്യമില്ല. വളരെ ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം, എല്ലാവർക്കും ഓക്കെ ആയിരിക്കണം. ഏത് വശത്തിൽ നോക്കിയാലും നമ്മൾ ചെയ്യുന്നതിന് എന്ത് കാണണം? കൃത്യമായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റണം. ഞാനിപ്പോൾ 100 രൂപ വെച്ച് ഇത്ര പേരെ ഞാൻ കളക്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ തന്നിട്ട് മീൻസ് ഒരാൾ തന്നില്ല, പക്ഷേ അയാൾ പറയണം ഞാൻ തന്നിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിലോ പെട്ടില്ല നമ്മൾ. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തരുന്നവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഒപ്പിട്ട് വാങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒപ്പിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒപ്പിടാത്ത അവൻ്റെ തെറ്റാണ്. ഇനി നമ്മൾ ഇത്ര രൂപയുടെ ചിലവാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുത്തം പറയുന്നത് നീ ചുമ്മാ പറയാണ്, പൂ വാങ്ങാനൊന്നും ഇത്ര ചിലവാകത്തില്ല. നമുക്ക് എന്ത് ചെയ്യാം? പൂ വാങ്ങിയ കടയിൽ നിന്ന് ബില്ല് വാങ്ങിച്ചിട്ട് വരാം, നമുക്ക് ബില്ല് കാണിച്ചു കൊടുക്കാം. ഞാൻ കടയിൽ നമ്മൾ പൈസ അടച്ചതിന് ബില്ല്. അല്ലെങ്കിൽ ഇപ്പോൾ വളരെ
എളുപ്പമുള്ള പരിപാടി ഗൂഗിൾ പേ ചെയ്തു, കടയിലേക്ക് ഞാൻ ഇത്ര ഗൂഗിൾ പേ ചെയ്തു, ഇതാണ് എൻ്റെ സ്ക്രീൻഷോട്ട്, തീർന്നു. മറ്റവന് ഇനി അവിടെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഉത്തരം പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. എന്തുകൊണ്ടാണ്? നാട്ടുകാരുടെ പൈസ നമ്മുടെ ഇരിക്കുന്നത്, പിള്ളേരുടെ നിന്ന് പിരിച്ചെടുത്ത പൈസയാണ് നമ്മുടെ ഇരിക്കുന്നത്. അപ്പോൾ ഉത്തരം പറയാനുള്ള ബാധ്യത ഉണ്ട്, അതിൽ നിന്ന് ഒഴിഞ്ഞ് മാറാൻ പറ്റത്തില്ല. പക്ഷേ ആ ബാധ്യത, ആ ഉത്തരവാദിത്തത്തിന് എന്ത് ഭംഗിയായിട്ട് നമ്മൾ ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടിയെങ്കിൽ ഒരു കാര്യം ഓർക്കുക, അക്കൗണ്ടിങ് ഞാൻ പറഞ്ഞ പോലെ ജീവിതത്തിൽ എവിടെ വേണമെങ്കിലും ആവാം, പൈസയുടെ കാര്യത്തിലുള്ള അക്കൗണ്ടിങ് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. സോ അക്കൗണ്ടിങ് എന്ന് പറയുന്ന വലിയൊരു സാധനത്തിൻ്റെ ഒരു ബ്രാഞ്ചാണ് നമ്മൾ പഠിക്കുന്നത്. പൈസ എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട്, പൈസ എങ്ങനെ ഉത്തരവാദിത്തപരമായിട്ട് കൈകാര്യം ചെയ്യാമെന്ന് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അതിനാണ് മക്കളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. പലരുടെ ഇതിലും അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മാത്രമല്ല, ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലായിടത്തും എന്താണ് ഉത്തരവാദിത്തം, ആ ഒരു സാധനം മനസ്സിലാക്കുന്നുണ്ടാവട്ടെ. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തം എങ്ങനെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഏതോ ഒരു നാട്ടുകാരൻ ഒരു എക്സ്റ്റേണലാണ്. ഓക്കെ, ഒരു എക്സ്റ്റേണലിന് വേണ്ടി അയാളുടെ ഫിനാൻഷ്യൽ മാറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹാൻഡിൽ ചെയ്യുന്നു. അതിനെ എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട്, എങ്ങനെ ഉത്തരവാദിത്തോടെ ഹാൻഡിൽ ചെയ്യാം, അത്രയേ ഉള്ളൂ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. മനസ്സിലായല്ല? ഒരു കൾച്ചറാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു അലമ്പി നടക്കുന്ന ഒരു പയ്യൻ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അളിയാൻ നമുക്ക് കുപ്പി എടുക്കാമെന്ന് പറയുന്ന ഒരു പയ്യനെ നിങ്ങൾ ഈ പറഞ്ഞ പരിപാടി ഏൽപ്പിക്കും. അതായത് നിങ്ങളുടെ കോളേജിൻ്റെ സെലിബ്രേഷൻ്റെ ഫണ്ട് കളക്ട് ചെയ്ത് ഹാൻഡിൽ ചെയ്യാൻ ഏൽപ്പിക്കും? ഒരിക്കലും ഇല്ല അല്ലേ? അതേസമയം ഇവനെ ഏൽപ്പിച്ചാൽ നമുക്ക് വിശ്വസിക്കാമെന്നുള്ള ഒരാളെ ഏൽപ്പിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ക്വാളിറ്റി ഉള്ള ഒരാളായി മാറുക. ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ അകത്ത് നമുക്ക് ഒരുത്തന്നെ വിളിച്ചിരുത്തി നമ്മളിപ്പം നമ്മളെ കൂട്ടുകാരനെ പൈസ ഏൽപ്പിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ബിസിനസ്സിന് അവൻ്റെ സ്വഭാവം മൊത്തം ഇരുന്ന് നോക്കാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ്, ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ ആരെ കൊണ്ട് പ്ലേസ് ചെയ്താലും ആ സിസ്റ്റമാണ് അവൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പൈസ അവൻ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക്, അവൻ്റെ ഉത്തരവാദിത്വത്തോടുകൂടിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്കൊരൊറ്റ കാര്യം പറഞ്ഞു നിർത്താം. അക്കൗണ്ടിങ്ങിനെ കുറിച്ച് വർഷാവർഷങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഡെഫിനിഷനുണ്ട്. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് എന്ന വാക്ക് അവിടെ ഇരിക്കട്ടെ, റെക്കോർഡിങ്, ക്ലാസിഫയിങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഓക്കെ, ഞാൻ വേറെ രീതിക്കാണ് പറയുന്നത്, നിങ്ങൾ പഠിച്ച രീതിക്ക് ആയിരിക്കത്തില്ല. സ്റ്റിൽ കഥ ഒന്നാണ്. അപ്പോൾ അക്കൗണ്ടിങ് ഇസ് ആർട്ട് ഓഫ് റെക്കോർഡിങ് ആൻഡ് ക്ലാസിഫയിങ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, സമ്മറൈസിങ് ആൻഡ് അനലൈസിങ് ദം, സമ്മറൈസിങ് ആൻഡ് അനലൈസിങ് ദം and interpreting them to report to the interested parties. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഉദാഹരണം വെച്ച് ഒന്ന് തൊട്ട് പോകുന്നു, നിർത്തുന്നു. ഓക്കെ, അല്ലാതെ കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഏറ്റവും ആദ്യം അക്കൗണ്ടിങ് ഇസ് ദ ആർട്ട് എന്ന് നമ്മൾ പറഞ്ഞു. അക്കൗണ്ടിങ് എന്താണ്? ഒരു കലയാണ്. ഇതിൻ്റെ പരമമായ ഉദ്ദേശമുണ്ട്, അത് നേടിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഏത് രീതിക്ക് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ എന്ന് പറഞ്ഞാൽ തോന്നിയ ദിവസം കാണിക്കാമെന്നല്ല എൻ്റെ അർത്ഥം. കുറച്ചും കൂടി ക്ലാരിറ്റി വരും, പേടിക്കണം, അങ്ങോട്ട് തന്നെ പറയാം. പോട്ടെ. പിന്നെ ആദ്യത്തെ പരിപാടി നമ്മൾ എന്ത് ചെയ്യുക? ട്രാൻസാക്ഷൻ, നമ്മളെ ബിസിനസ്സിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എവിടെ ആയിക്കോട്ടെ നടക്കുന്ന കാര്യങ്ങളെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ റെക്കോർഡ് ചെയ്യാം, എവിടെ റെക്കോർഡ് ചെയ്യാം, വളരെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് നോക്കാം. ആദ്യത്തെ കാര്യം എന്താണ്? റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നു ക്ലാസിഫിക്കേഷൻ. റെക്കോർഡ് ചെയ്ത കാര്യത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു? ക്ലാസിഫൈ ചെയ്യുന്നു. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ ആലോചിച്ച് നോക്കി. ഓണാഘോഷത്തിന് നമുക്ക് വരവും ഉണ്ട് ചിലവും ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? ഒന്നും നോക്കുന്നില്ല, ഒരു പേപ്പറിൻ്റെ അകത്ത് എല്ലാം കൂടെ നിരത്തി അങ്ങ് എഴുതി വയ്ക്കുകയാണ്. ഇന്ന് സംഭവിച്ച, ആദ്യം ഇത് 100 എനിക്ക് കിട്ടി, ഇന്ന് 200 ചിലവായി. കാരണം സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വയ്ക്കുകയാണ്. എന്നിട്ട് വെച്ചാൽ നമുക്ക് നടക്കുമ്പോൾ ആ ടൈം കളയാനില്ലല്ലോ, പൈസ വരെയും പോവുകയും ചെയ്യുന്ന അപ്പം എഴുതി വയ്ക്കണം. എഴുതി വച്ചിട്ട് സമാധാനത്തിൽ വൈകുന്നേരം ഞാൻ ഇരുന്നിട്ട് എന്ത് ചെയ്യാണ്? ഇന്ന് മൊത്തത്തിൽ ഇത്ര രൂപയുടെ വരുമാനം കിട്ടി, അതായത് പിള്ളേർ ഇപ്പോൾ 10 പേര് പൈസ തന്നു, പിന്നെ ഞാൻ ഇത്ര രൂപ ചിലവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിനെന്ത് ചെയ്യുന്നു? വേർതിരിച്ച് എഴുതുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ നടന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു, പിന്നെ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നു. എന്തിനാണ് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനാണ്. അതായത് പൈസയ്ക്ക് നമുക്ക് എഴുതാൻ പറ്റണം, ഇത്ര ചിലവായി എന്ന് പറഞ്ഞ് പറയാൻ പറ്റണം. അല്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ എഴുതി വെച്ചിട്ട് കാര്യമില്ല അല്ലേ? അല്ലാത്ത കാര്യങ്ങളെയാണ് നമ്മൾ എഴുതി വെക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയേണ്ടത്? അത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അല്ല. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണോ? പൈസയുടെ വരവ് ചിലവ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? എഴുതത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അക്കൗണ്ടിങ് ഇസ് ആർട്ട് ഓഫ് റെക്കോർഡിങ് ആൻഡ് ക്ലാസിഫൈങ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. എന്നിട്ട് ഒരു ഹയർ ലെവൽ സാധനമാണ് സമ്മറൈസിങ് ആൻഡ് അനലൈസിങ് എന്ന് പറയുന്നത്. നോക്കിയടാ,
സമ്മറൈസിങ് ആൻഡ് അനലൈസിങ് എപ്പോഴായിരിക്കും നടക്കുന്നത്? അവസാനമായിരിക്കും. അതായത് നമ്മുടെ ഓണാഘോഷ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഈ പരിപാടിക്കകത്ത് മൊത്തത്തിൽ നമുക്ക് എത്ര രൂപയുടെ വരുമാനം ഉണ്ടായി, എത്ര രൂപയുടെ ചിലവുണ്ടായി, അധികം പൈസ ഇരിക്കുകയാണോ അതോ പൈസ ആരെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചാണോ നമ്മൾ കൊണ്ട് എത്തിച്ചേ? മനസ്സിലായില്ല? നമ്മളെ ചിലവ് നമ്മൾ മീറ്റ് ചെയ്തത് ആരെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടാണോ അതോ എല്ലാ ചിലവും കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ പിന്നെയും പൈസ ബാക്കിയിരിക്കുക എന്നുള്ള അവസ്ഥയാണ്. അതിനാണ് സമ്മറൈസിങ് ആൻഡ് അനലൈസിങ് എന്ന് പറയുന്നത്. എന്നിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്? ഒരു ഇൻ്റർപ്രിട്ടേഷൻ നടത്തുന്നത്. സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഓണാഘോഷം എങ്ങനെ പോയി നമ്മൾ പിന്നെ ഒന്ന് അവലോകനം നടത്തും. അപ്പം പൈസ കയ്യിൽ അധികം ബാക്കിയിരിക്കുന്നുണ്ടെങ്കിൽ കൊള്ളാം, ഈ പരിപാടി കൊള്ളാം, ഈ പിള്ളേർ ചെയ്ത് കൊള്ളാം, ഒരു പൈസ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അനാവശ്യ ചിലവുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ധാരണ കിട്ടും. ഇല്ല, മൊത്തത്തിൽ കടത്തി ചെന്ന് നിൽക്കുകയാണെങ്കിലോ അടുത്ത വർഷം എന്തൊക്കെ വന്നാലും ഇവന്മാരെയും ഓണപ്പരിപാടി ഏൽപ്പിക്കില്ലെന്ന് നമ്മൾ തീരുമാനിക്കും അല്ലേ? അപ്പോൾ ആ ഒരു തീരുമാനം എടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നമ്മൾ അവലോകനം നടത്തുന്നതിന് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് ഈ അവലോകനം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? റിപ്പോർട്ട് ചെയ്യും. പൈസ തന്ന പിള്ളേരുണ്ടല്ലോ, അവർക്ക് അറിയണമല്ലോ അവരുടെ പൈസയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന്, ഇല്ലേ? അതിനാണ് എന്തെന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടിംഗ് ടു ഹൂം? ഇൻട്രസ്റ്റഡ് പാർട്ടീസ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കോളേജിനാണ് ചെയ്തെങ്കിൽ നിങ്ങൾ HOD എന്തായാലും ചോദിക്കും അല്ലേ? നിങ്ങൾ പൈസ എന്ത് ചെയ്തു എന്ന് എനിക്കറിയണം, HOD എന്തായാലും ചോദിക്കും. പിന്നെ ഈ പറഞ്ഞ പിള്ളേർ ചോദിക്കും. പിന്നെ ആരൊക്കെ കാണും? ഒരു പക്ഷേ പ്രിൻസിപ്പൽ ചോദിച്ചേക്കാം, ബാക്കി ടീച്ചർമാരെ ചോദിച്ചേക്കാം, കമ്മിറ്റി ഉള്ളവർ ആദ്യം അറിയണമെന്ന് പറഞ്ഞിട്ട് അവരൊക്കെയാണ് നമ്മുടെ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് എന്ന് പറയുന്നത്. ഇതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന പരിപാടി. നമ്മളിപ്പോൾ ഒരു 20 മിനിറ്റ് എടുത്തിട്ടുള്ളൂ ഇത്രയും കഥ വന്ന് കേൾക്കാൻ. ഒരു 90% കഥയായിരുന്നു, 10% കാര്യമുള്ളൂ. ഈ ഒരു അപ്രോച്ചിൽ വളരെ സിമ്പിളായിട്ട് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ഫുൾ അക്കൗണ്ടിങ്ങിൻ്റെ പരിപാടി, അതായത് എന്താണ് റെക്കോർഡിങ്, എന്താണ് ക്ലാസിഫയിങ്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സമ്മറൈസിങ് ആൻഡ് അനലൈസിങ് എന്താണ്, പിന്നെ ഏറ്റവും ബേസിക്കലി ഇതിൻ്റെയൊക്കെ റൂളുകൾ എന്താണ്, രീതികൾ എന്താണെന്നൊക്കെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകണമെന്നുണ്ട്. കേട്ട് നോക്കുന്നവർ, ഇത് അവസാനം വരെ കേട്ടവരുണ്ടോ എന്ന് എനിക്കറിയുന്നില്ല, കേട്ട് നോക്കിയവർ എന്ന് പറയാം, അഭിപ്രായം പറയാം. ഓക്കെ, എങ്കിൽ ഞാൻ ഇതുപോലെ എല്ലാ സബ്ജക്റ്റും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ദെൻ താങ്ക് യു. എന്തുണ്ടെങ്കിലും താഴെ കമൻറ്റായിട്ട് പറയാം. ഓക്കെ, താങ്ക് യു.